നമസ്കാരം. വിക്രമാദിത്യൻ കഥകൾ നമ്മൾ കേട്ടു തുടങ്ങി. കഴിഞ്ഞ തവണ ഭോജരാജാവിന് ഭൂമിക്കടിയിൽ നിന്നും രത്നഖചിതമായ വിശേഷപ്പെട്ട കൊത്തുപണികളൊക്കെയുള്ള ഒരു സിംഹാസനം ലഭിക്കും. ആ സിംഹാസനത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ സ്ഥാനാരോഹണം ചെയ്യാനുള്ള ഭോജരാജാവിന്റെ ശ്രമം ആ സിംഹാസനത്തിന്റെ പടികളിൽ കൊത്തിവെച്ചിട്ടുള്ള 32 സാലഭഞ്ജികമാർ തടയുകയുണ്ടായി. അപ്പോഴാണ് ആ സിംഹാസനത്തിന്റെ രഹസ്യം എന്താണെന്ന് ഭോജരാജാവിനെ ആ സാലഭഞ്ജികമാർ അറിയിക്കുന്നത്. മഹാനായ വിക്രമാദിത്യ ചക്രവർത്തി 2000-ഓളം വർഷം വാണരുളിയ സിംഹാസനമാണ് ആ ഭൂമിക്കടിയിൽ നിന്ന് ലഭിച്ചതെന്നും അതിൽ കയറിയിരുന്ന് ഭരിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതിന് പുറപ്പെടാവൂ എന്നും ആ സാലഭഞ്ജികമാർ ഭോജരാജനെ മുന്നറിയിപ്പ് നൽകി തിരിച്ചയച്ചു. എന്നാൽ ഭയപ്പെട്ട് തിരിച്ചു പോവാതെ എന്താണ് വിക്രമാദിത്യ മഹാരാജാവിന്റെ അവദാന കഥകൾ എന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഭോജരാജാവ് സാലഭഞ്ജികമാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോൾ അതിലൊന്നാമത്തെ പടിയിലെ സാലഭഞ്ജികയായിരുന്ന വിനോദരഞ്ജിതവല്ലി ആദ്യത്തെ ഒരു കഥ വിക്രമാദിത്യൻ എന്ന മഹാനായ ചക്രവർത്തിയുടെ ജനനം മുതലുള്ള കഥ പറയാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം. വിദ്യാസാഗരൻ എന്ന ഒരു ബ്രാഹ്മണ യുവാവിന്റെ കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാടലീപുത്രം എന്ന ഗ്രാമത്തിൽ വിദ്യാസാഗർ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണ യുവാവ് ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ 4 വേദങ്ങളും 6 പുരാണങ്ങളും 18 പുരാണങ്ങളും 64 കലകളിലും എല്ലാം അഗാധമായ പാണ്ഡിത്യം നേടി വിദ്യാസാഗരൻ. ഇത്രയും ആർജിച്ച അറിവുകൾ കൊണ്ട് തൃപ്തി വരാതിരുന്ന വിദ്യാസാഗരൻ വീണ്ടും വീണ്ടും വിദ്യ അഭ്യസിക്കണം, പുതിയ പുതിയ അറിവുകൾ നേടണം എന്ന തൃഷ്ണയോടുകൂടി, അറിവ് നേടാനുള്ള ആഗ്രഹത്തോടുകൂടി ഗ്രാമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തനിക്ക് കൂടുതൽ വിദ്യ പകർന്നു തരാൻ കഴിവുള്ള ഒരു ഗുരുവിനെ തേടിയുള്ള യാത്ര. കുറേ ദിവസം അലഞ്ഞു നടന്നു. തൻ്റെ വിജ്ഞാനം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ, തനിക്ക് പുതിയ അറിവുകൾ പകർന്നു തരാനുള്ള കഴിവുള്ള ഒരു ഗുരുവിനെ തേടിയുള്ള യാത്ര അവസാനം ചെന്നെത്തിയത് ഒരു കുന്നിൻ ചെരുവിലുള്ള ഒരു വനഭാഗത്താണ്. അവിടെ വലിയൊരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് തൊട്ടടുത്ത് കണ്ട ഒരു വലിയ അരയാലിന്റെ തറയിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അലഞ്ഞ് നടന്നിട്ടുള്ള ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ കൊണ്ട് അവിടെ ഇരുന്ന കാറ്റും കൊണ്ട് വിദ്യാസാഗരൻ മയങ്ങിപ്പോയി. ആ അരയാലിന്റെ മുകളില് വളരെയധികം പണ്ഡിതനായിട്ടുള്ള ഒരു ദിവ്യൻ ബ്രഹ്മരക്ഷസിന്റെ രൂപം പ്രാപിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ആ അരയാലിന്റെ മുകളിലാണ് ബ്രഹ്മരക്ഷസ് തപസ് ചെയ്തിരുന്നത്. മധ്യാഹ്ന തപസ് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയ ആ ബ്രഹ്മരക്ഷസ് കാണുന്നത് അരയാൽ തറയിൽ കിടന്നുറങ്ങുന്ന ഒരു സാധു ബ്രാഹ്മണനെയാണ്. ഇതാരാണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്ന അത്ഭുതത്തോടു കൂടി, അറിയാനുള്ള ആകാംക്ഷയോടും കൂടി ബ്രഹ്മരക്ഷസ് അരയാലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ബ്രാഹ്മണ യുവാവിന്റെ അടുത്തെത്തി. കിടന്നുറങ്ങുന്ന വിദ്യാസാഗറിനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മരക്ഷസിന് തോന്നി ഇയാളൊരു സാധു മനുഷ്യനാണ്, എന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചേക്കാം. പതുക്കെ തട്ടി വിളിച്ചുണർത്തിട്ട് ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? കണ്ടിട്ട് അങ്ങ് വളരെയധികം ദൂരം യാത്ര ചെയ്ത് വരികയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി ഇവിടെ വന്ന് കിടക്കാൻ? നല്ല ഉറക്കത്തിലായിരുന്ന വിദ്യാസാഗരൻ ഞെട്ടി ഉണർന്നു. കണ്ണൊക്കെ തിരുമ്മി നോക്കുമ്പോണ്ട് ഒരു ഭീമാകാരമായ ജഡാവൽകൃതമായ ഒരു ഭീകര രൂപം മുമ്പിൽ നിൽക്കുന്നു. ആദ്യം ഒന്ന് ഭയപ്പെട്ടു. വിദ്യാസാഗരൻ ഒന്നും ഞെട്ടി. പക്ഷെ ഒരു നിമിഷം കൊണ്ട് തൻ്റെ മനധൈര്യം വീണ്ടെടുത്ത വിദ്യാസാഗരൻ പറഞ്ഞു, ഞാൻ വിദ്യാസാഗരൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ധാരാളം ഗുരുക്കന്മാരിൽ നിന്ന് ധാരാളം വിദ്യകൾ അഭ്യസിച്ചു. നല്ല പാണ്ഡിത്യവും അറിവും നേടാൻ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള
അടങ്ങാത്ത ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ നല്ല ഗുരുക്കന്മാരെ തേടി അലിഞ്ഞു നടക്കുകയാണ്. പറ്റിയൊരു ഗുരുവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങേ കണ്ടിട്ട് അങ്ങ് വിശിഷ്ടനായിട്ടൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അങ്ങയുടെ കൈവശമുള്ള അറിവുകൾ എനിക്ക് പകർന്നു തന്ന് എൻ്റെ വിദ്യാതൃഷ്ണയെ അങ്ങൊന്ന് ശാന്തമാക്കി തരണം. ബ്രാഹ്മണ യുവാവിൻ്റെ വിനയവും സംസാര രീതിയും പാണ്ഡിത്യത്തിലുള്ള പാണ്ഡിത്യം നേടാനുള്ള ആ ജിജ്ഞാസയും ഇതുവരെ സമ്പാദിച്ച അറിവുകളിൽ നിന്നും വിജ്ഞാനങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവുമൊക്കെ മനസ്സിലാക്കിയ ബ്രഹ്മരക്ഷസിന് സന്തോഷമായി. ബ്രഹ്മരക്ഷസ് പറഞ്ഞു, എൻ്റെ അറിവിലുള്ള എല്ലാ വിദ്യകളും ഞാൻ നിനക്ക് പകർന്നു തരാം. ഇതുവരെ നീ പഠിച്ചിട്ടില്ലാത്ത പല തന്ത്രവിദ്യകളും മന്ത്രധ്വനികളും എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ ശിഷ്യനായിട്ടിരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. 6 മാസം എൻ്റെ കൂടെ തന്നെ താമസിക്കണം. ഈ 6 മാസവും നിരാഹാര വ്രതം അനുഷ്ഠിക്കണം. വേറെ ഒരു ചിന്തയും പാടില്ല. ഞാൻ പറഞ്ഞു തരുന്ന വിദ്യകളെല്ലാം നിനക്ക് അഭ്യസിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്ന വിദ്യ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നോ? വിദ്യാസാഗരൻ പറഞ്ഞു, സന്തോഷത്തോടെ ഞാൻ അംഗീകരിക്കാം. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വിദ്യാരംഭം തുടങ്ങാം. ബ്രഹ്മരക്ഷസ് അരയാലിന്റെ മുകളിൽ മുമ്പ് തപസ് ചേരുന്ന കൊമ്പിലേക്ക് വലിഞ്ഞു കയറി. പുറകെ വിദ്യാസാഗരനും കയറി. ഒരു പടി താഴെയുള്ള ഒരു മരക്കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചു. ആദ്യം വിദ്യാസാഗരന് യാതൊരു വിധത്തിലുള്ള വിശപ്പോ ദാഹമോ അനുഭവപ്പെടാതിരിക്കാനുള്ള ഒരു മന്ത്രം ബ്രഹ്മരക്ഷസ് ഉപദേശിച്ചു. ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് 6 മാസക്കാലവും വിദ്യാസാഗരന് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഒന്നും അനുഭവപ്പെട്ടില്ല. ഈ 6 മാസക്കാലം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ബ്രഹ്മരക്ഷസ് വിദ്യാസാഗരന് ധാരാളം പുതിയ പുതിയ വിദ്യകൾ അഭ്യസിപ്പിച്ചു കൊടുത്തു. പുതിയ മന്ത്രങ്ങൾ, പുതിയ അറിവുകൾ, പുതിയ ശാസ്ത്രശാഖകൾ, അങ്ങനെ ഇന്ന് വരെ കേൾക്കുകയോ പരിചയപ്പെടുകയോ ചെയ്യാത്ത ധാരാളം പുതിയ വിദ്യകളെല്ലാം തന്നെ അഭ്യസിക്കാൻ വിദ്യാസാഗരന് കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു. 6 മാസ കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗുരു, ബ്രഹ്മരക്ഷസായിട്ടുള്ള ഗുരു വിദ്യാസാഗരനോട് പറഞ്ഞു, ശിഷ്യ, ഇന്ന് നമ്മളുടെ കരാറ് പ്രകാരമുള്ള 6 മാസം പൂർത്തിയാവുകയാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ വിദ്യകളും ഞാൻ നിന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. നീ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അറിവും പാണ്ഡിത്യവുമുള്ള ഒരു മഹാനായി മാറിക്കഴിഞ്ഞു. നിനക്ക് ഈ അറിവ് കൊണ്ട് ജീവിതത്തിൽ ധാരാളം പ്രയോജനങ്ങളുണ്ടാവും. നീ ഉന്നതിയിലെത്തും. എനിക്ക് ഈ ലോകത്തുനിന്ന് പോകാനുള്ള സമയമായി. നീ ഇനി എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ അറിവും എല്ലാം സമ്പാദിച്ച എല്ലാ അറിവും കൊണ്ട് നീ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. നിന്റെ മനസ്സിനിണങ്ങിയ ഒരു കന്യകയെ വിവാഹമൊക്കെ കഴിച്ച് കുടുംബസ്ഥനായിട്ട് സന്തോഷത്തോടെ വളരെ കാലം ജീവിക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് സർവാത്മന സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ബ്രഹ്മരക്ഷസ് പരലോകത്തേക്ക് യാത്രയായി. ബ്രഹ്മരക്ഷസിന്റെ പോക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിദ്യാസാഗരന് സങ്കടം തോന്നി. ഇത്രയും നല്ലൊരു ഗുരുവിനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്രയധികം പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കാൻ കഴിഞ്ഞു. ഈ സന്തോഷമൊക്കെ അടക്കാൻ വയ്യാതെയാണ് വിദ്യാസാഗരൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് തോന്നി, ഞാനിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ച് എൻ്റെ ഗ്രാമത്തിലേക്ക്, പാടലിപുത്രത്തിലേക്ക് യാത്രയാവാം എന്നുള്ള വിചാരത്തോടുകൂടി നടത്താൻ തുടങ്ങി. വീണ്ടും നടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിദ്യാസാഗരന് പതുക്കെ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. നേരത്തെ ബ്രഹ്മരക്ഷസ് പറഞ്ഞു കൊടുത്തിരുന്ന മന്ത്രത്തിന്റെ ശക്തി കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. 6 മാസത്തെ കാലയളവ് കഴിഞ്ഞല്ലോ. അങ്ങനെ നടന്ന് തളർന്ന് ക്ഷീണിച്ച് അവസാനം ഒരു ഇരുട്ട് പരക്കുന്ന സമയമായപ്പോൾ കലിംഗം എന്ന രാജ്യത്തിലെത്തി. ആ കലിംഗ രാജ്യത്ത് പ്രവേശിച്ച് കുറച്ചും കൂടി നടന്നപ്പോഴേക്കും തീരെ വയ്യാണ്ടായി. ഒരടി നടക്കാൻ വയ്യാതെ ആയപ്പോൾ മുമ്പിൽ കണ്ട ഒരു മണിമന്ദിരത്തിന്റെ പടികളിൽ ചെന്ന് ഇരുന്നു. അധികം താമസിയാതെ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ പ്രദേശത്തെ മന്ദാകിനി എന്നു പേരുള്ള ഒരു ശൂദ്ര ദാസ്യ സ്ത്രീയുടെ വീടായിരുന്നു ആ മണിമന്ദിരം. അവര് വലിയ ഭക്തയാണ്, ഈശ്വരന്റെ വലിയ ഭക്തയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അമ്പലത്തില് പൂജാ സമയത്ത് നൃത്തം അവതരിപ്പിക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ധാരാളം പണം സമ്പാദിച്ചിട്ടുള്ള ആ ശൂദ്ര സ്ത്രീ, മന്ദാകിനി എന്ന പേരുള്ള ശൂദ്ര സ്ത്രീ, വൈകുന്നേരം അമ്പലത്തിലെ നൃത്ത പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൻ്റെ
വീടിന്റെ വാതിൽക്കലുള്ള മണിമന്ദിരത്തിൽ ഒരു യുവാവ് ബോധം കെട്ട് ഉറങ്ങുന്നതാണ്. വേഗം ചെന്ന് വിളിച്ചുണർത്താൻ നോക്കി, ഉണരുന്നില്ല. ഏതാണ്ട് മൃതപ്രായമായ രീതിയിൽ കിടന്നുറങ്ങുകയാണ്. അവരാദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ തോഴിമാരെ അയച്ച് വൈദ്യനെ വരുത്തി. വൈദ്യൻ വന്ന് നമ്മുടെ വിദ്യാസാഗരനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യൻ പറഞ്ഞു, ഈ യുവാവ് ഏതാണ്ട് 6 മാസത്തോളമായി ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ അവശത നല്ലോണം ഉണ്ട്. ഏതാണ്ട് മരണത്തോടടുത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണവും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ച് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. പക്ഷേ മന്ദാകിനി അവർ പറഞ്ഞു, ഞാൻ കുറേ ശ്രമിക്കുന്നു ഇദ്ദേഹത്തെ ഉണർത്താൻ, പക്ഷെ എന്ത് ചെയ്ത് ഉണരുന്നില്ല. ഏതാണ്ട് ബോധം കെട്ട് തന്നെ കിടക്കുകയാണ്. എന്താ ഇനി ചെയ്യണ്ടേ? അങ്ങ് തന്നെ ഒരു വഴി കണ്ടെത്തും. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം വൈദ്യം പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാനൊരു രസായനം കൊടുത്തയക്കാം. എൻ്റെ വൈദ്യശാലയിൽ പ്രത്യേക കൂട്ട് വഴിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രസായനമുണ്ട്. ആ രസായനം ഈ യുവാവിൻ്റെ ദേഹത്ത് മുഴുവനും പരട്ടുക. 8 ദിവസം 3 നേരം വെച്ച് ഇത് പരട്ടണം. അങ്ങനെ പരട്ടി കഴിഞ്ഞാൽ രോമകൂപങ്ങളിലൂടെ ഈ രസായനത്തിലുള്ള ഔഷധക്കൂട്ട് ശരീരത്തിൽ പ്രവേശിക്കും. അദ്ദേഹത്തിന്റെ രക്തചംക്രമണവും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കും. 8ാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും പൂർണ്ണ സുഖം പ്രാപിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഒരാൾ എൻ്റെ കൂടെ വിട്ടോളൂ. വൈദ്യന്റെ പുറകെ നമ്മുടെ മന്ദാകിനിയുടെ ഒരു തോഴി ചെന്നു. വൈദ്യശാലയിൽ നിന്ന് ആ രസായനം മേടിച്ചുകൊണ്ട് വന്നു. വളരെ സ്നേഹത്തോടെയും ശുശ്രൂഷാവ്രതത്തോടുകൂടിയും കൂടി മന്ദാകിനി ബ്രാഹ്മണ യുവാവിന്റെ ദേഹത്ത്, അതായത് നമ്മുടെ വിദ്യാസാഗറിന്റെ ദേഹത്ത് ആ രസായനം ലേപനം ചെയ്തു, പരട്ടി കൊടുത്തു. 8 ദിവസവും രാപ്പകല് ഉറങ്ങാതെ ശുശ്രൂഷിച്ചു. അങ്ങനെ അവസാനം 8ാമത്തെ ദിവസം ആയപ്പോഴേക്കും പതുക്കെ പതുക്കെ വിദ്യാസാഗറിന്റെ കൈകാലുകളൊക്കെ അനങ്ങാൻ തുടങ്ങി, കണ്ണു തുറക്കാൻ തുടങ്ങി. അദ്ദേഹം പൂർവാധികം ആരോഗ്യവാനായിട്ട് തന്നെ ഉണർന്നെഴുന്നേറ്റ പോലെ. അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം കഴിക്കാൻ കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ അത് കഴിച്ചു. അപ്പോഴാണ് വിദ്യാസാഗറിന് സ്വയം ബോധം വന്നത്. താൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ബ്രഹ്മരക്ഷസിന്റെ അരയാലിന്റെ മുകളിലിരുന്ന് വിദ്യ അഭ്യസിച്ചതും, പാടലീപുത്രത്തെ ഗ്രാമത്തിൽ നിന്ന് വിദ്യ തേടി അന്വേഷിച്ച് നടന്നതും, ബ്രഹ്മരക്ഷസായുള്ള ഗുരുവിനെ കണ്ടെത്തിയതും, 6 മാസം അദ്ദേഹത്തിന്റെ കൂടെ വിദ്യ അഭ്യസിച്ചതും, എല്ലാ കാര്യങ്ങളും ഇത്ര കാലം അഭ്യസിച്ച വിദ്യകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് വിദ്യാസാഗറിന്റെ തലയിലേക്ക് ഓടി വന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് തിരിച്ചു വന്നപ്പോൾ വിദ്യാസാഗരൻ പറഞ്ഞു, ശരി, ഇന്ന് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയേക്കാം. അങ്ങനെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ മന്ദാകിനി ദാസി അവർ ചോദിച്ചു, ആഹാ, കഴിഞ്ഞ 8-9 ദിവസം അങ്ങയെ രാപ്പകല് ശുശ്രൂഷിച്ച അങ്ങയുടെ രോഗാവസ്ഥയിൽ നിന്ന് അങ്ങക്ക് വീണ്ടും ആരോഗ്യം സമ്പാദിച്ചു തന്ന എന്നോട് ഒരു നന്ദി വാക്കുപോലും പറയാതെ രക്ഷപ്പെടാനുള്ള ശ്രമമാണോ? അപ്പോ വിദ്യാസാഗരൻ പറഞ്ഞു, അയ്യോ ഭവതി, എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. ഞാൻ മരണത്തിന്റെ വക്കിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത് അങ്ങ് അവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഭവതിയുടെ ശുശ്രൂഷയും കാരുണ്യവുമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഞാൻ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ ഈ ജന്മം മുഴുവനും ഭവതിയോട് കടപ്പെട്ടുള്ളതിനായിരിക്കും. എന്താണ് എന്നിൽ നിന്ന് പ്രതിഫലം വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനത് തരാൻ ബാധ്യസ്ഥനാണ്. അപ്പോ മന്ദാകിനി പറഞ്ഞു, അങ്ങനെ എൻ്റെ ശുശ്രൂഷ കൊണ്ടാണ് അങ്ങ് തിരിച്ച് വന്നതെന്നുള്ള ബോധ്യം അങ്ങേക്കുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് എവിടേക്കാണ് ഇപ്പോൾ പുറപ്പെടാൻ പോകുന്നത്? അപ്പോൾ വിദ്യാസാഗരൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പോന്നിട്ട് മാസങ്ങളായി. ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ തടയരുത്. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ മന്ദാകിനി അത് തടഞ്ഞിട്ട് പറഞ്ഞു, അത് പറ്റില്ല. ഞാൻ സ്ത്രീ സഹജമായ ലജ്ജയും സങ്കോചവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പറയാണ്, എനിക്ക് കണ്ട മാത്രമേ തന്നെ അങ്ങേ വലിയ ഇഷ്ടമായി. അങ്ങയുടെ കൂടെയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് അങ്ങയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം. എനിക്ക് അളവറ്റ സമ്പാദ്യമുണ്ട്. ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താനുള്ള സമ്പാദ്യവും സ്വത്തും കഴിവുകളും എനിക്കുണ്ട്. 64 കലകളിലും സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ പ്രവീണയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ ബ്രാഹ്മണ യുവാവായിട്ടുള്ള വിദ്യാസാഗരൻ
ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഭവതി അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാനൊരു ബ്രാഹ്മണനാണ്, ഭവതി ഒരു ശൂദ്ര സ്ത്രീ. അന്ന് കാലത്ത് ഈ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് ബ്രാഹ്മണന്മാര് ജാതിയിൽ താഴ്ന്ന ശൂദ്രന്മാരെ വിവാഹം കഴിക്കില്ല. അറിയാലോ, അന്ന് 4 തരത്തിലുള്ള ജാതി വ്യവസ്ഥകളാണ്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതിൽ ബ്രാഹ്മണന്മാരെയാണ് കല്യാണം കഴിക്കുള്ളൂ. ക്ഷത്രിയന്മാരെയും, ശൂദ്രന്മാരെയും, വൈശ്യന്മാരെയും തന്നെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. മറ്റ് ജാതികളിൽ നിന്ന് കല്യാണം കഴിക്കുക എന്നുള്ള ശീലങ്ങളൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ജാതി വ്യവസ്ഥയെ കുറിച്ചും പഠിച്ച വേദശാസ്ത്രങ്ങളിലുള്ള അറിവിനെ വെച്ചും എല്ലാം വിദ്യാസാഗരൻ ആ ബന്ധത്തിനെ എതിർത്തു. പക്ഷെ എന്ത് പറഞ്ഞിട്ടും മന്ദാകിനി സമ്മതിക്കാൻ തയ്യാറില്ല. മന്ദാകിനി പറഞ്ഞു, അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊന്നും നമുക്ക് പരിപാലിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന് ഈ സ്നേഹം ഉണ്ടെങ്കിൽ ഈ ലോകത്തൊന്നും തടസ്സമല്ല. ഇതായിരുന്നു മന്ദാകിനിയുടെ വാദഗതി. പക്ഷേ നമ്മുടെ വിദ്യാസാഗരന്റെ ഈ വാദഗതികളുടെ മുമ്പിൽ മന്ദാകിനി തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. പിന്നെ വിദ്യാസാഗരൻ അവസാനം പറഞ്ഞു, മന്ദാകിനി പറയുന്ന പോലെ ഒരു കാര്യം നടക്കണമെങ്കിൽ ബ്രാഹ്മണനായ ഞാൻ ആദ്യം ഒരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിക്കണം, അതിനുശേഷം ഒരു ക്ഷത്രിയ സ്ത്രീനെ കല്യാണം കഴിക്കണം, അതിനുശേഷം ഒരു വൈശ്യ സ്ത്രീനെ കല്യാണം കഴിക്കണം, അതിനുശേഷം മാത്രമേ ശൂദ്ര സ്ത്രീയായ അങ്ങയെ കല്യാണം കഴിക്കാം, ഭവതിയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അങ്ങക്ക് ഭവതിക്ക് എന്താണ് ഒരു സന്തോഷം ഉണ്ടാവാൻ പോണത്? 4ാമത്തെ ഭാര്യയായിട്ട് സപത്നീ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണ്ടേ? പിന്നെ എന്താ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിനൊരു, അല്ലെങ്കിൽ എനിക്ക് തരുന്ന സന്തോഷത്തിനും എന്നെ ശുശ്രൂഷിച്ചതിനൊക്കെ ഒരു പ്രതിഫലാവുക? അതുകൊണ്ട് അതും വേണ്ട എന്ന ഒരു അഭിപ്രായമാണ് വിദ്യാസാഗരൻ ഉണ്ടായത്. പക്ഷെ മന്ദാകിനി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. മന്ദാകിനി പിന്നെയും നിർബന്ധം പിടിച്ചു. മാത്രമല്ല, മന്ദാകിനി ഒരു വ്യവസ്ഥ വെച്ചു. നമുക്ക് ഈ കാര്യം രാജാവിൻ്റെ അടുത്ത് ഉണർത്തിക്കാം, രാജാവ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കട്ടെ, അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതായിരുന്നു മന്ദാകിനിയുടെ നിർദ്ദേശം. വിദ്യാസാഗരൻ അതിനെ ആദ്യം എതിർത്തു. പക്ഷെ എതിർപ്പൊന്നും കാര്യം ഉണ്ടായില്ല. വിദ്യാസാഗരന്റെ കൈ പിടിച്ച് അഴച്ചുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ രാജസദസ്സിൽ ഹാജരായി. കലിംഗ രാജ്യത്തെ രാജാവ്, മഹാപണ്ഡിതനും വളരെയധികം ആ പേര് കേട്ടുള്ള രാജാവാണ്. അദ്ദേഹം വിദ്യാസാഗരന്റെയും മന്ദാകിനിയുടെയും പരാതി കേൾക്കാൻ തയ്യാറായി. കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ രാജസദസ്സിലുണ്ടായിരുന്ന എല്ലാവരോടും ആയിട്ട് സംസാരിച്ചു. രാജാവ് പറഞ്ഞു, മന്ദാകിനിയുടെ പരാതി തികച്ചും ഉചിതമാണ്. അവളുടെ മനസ്സിലുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചു. ബ്രാഹ്മണ യുവാവായിട്ടുള്ള വിദ്യാസാഗരനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തെറ്റൊന്നും കാണാനില്ല. പക്ഷേ വിദ്യാസാഗരൻ പറഞ്ഞതിനും ന്യായമുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണ യുവാവാണ്, മന്ദാകിനി ഒരു ശൂദ്ര സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹത്തിന്റെ തടസ്സങ്ങളെ കുറിച്ച് വിദ്യാസാഗരൻ പറഞ്ഞതും ശരിയാണ്. എന്ത് ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ, എന്താണ് നിങ്ങളുടെ ഉപദേശം എന്ന് രാജഗുരു തന്നെ കൽപ്പിക്കണം. രാജാവിന്റെ കൊട്ടാരത്തിലെ രാജഗുരുവും മഹാബ്രാഹ്മണ ശ്രേഷ്ഠനുമായിട്ടുള്ള ഗുരുനാഥൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രണ്ടുപേരുടെയും വാദഗതി ശരി തന്നെയാണ്. പക്ഷെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാസാഗരൻ ആദ്യം ഒരു ബ്രാഹ്മണ സ്ത്രീനെ വിവാഹം കഴിക്കുക, തുടർന്നൊരു ക്ഷത്രിയ സ്ത്രീനെ വിവാഹം കഴിക്കുക, മൂന്നാമതായി ഒരു വൈശ്യ സ്ത്രീനെ വിവാഹം കഴിക്കുക, 4ാമതായിട്ട് തീർച്ചയായിട്ടും മന്ദാകിനിയെ വിവാഹം കഴിക്കാം. അതില് ശാസ്ത്രവിധി പ്രകാരം യാതൊരു തെറ്റുമില്ല. അത് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെയും മനസ്സിലെ വിചാരം. രാജാവിനും പരിവാരങ്ങൾക്കും ആ സദസ്സിലിരുന്ന എല്ലാവർക്കും ആ തീരുമാനത്തോട് യോജിപ്പായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു, ഇത് തന്നെയാണ് ശരി, ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോ രാജാവ് പറഞ്ഞു, എൻ്റെ ഇത്രയും ഉന്നത കുലജാതനും പണ്ഡിതനും വിനയസമ്പന്നനും അത്യധികം തേജോമയനുമായിട്ടുള്ള ഈ യുവാവിന് എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. അങ്ങനെ അതുകൊണ്ട് രാജാവിൻ്റെ ക്ഷത്രിയ വംശത്തിൽപ്പെട്ട എൻ്റെ മകളെ ഞാൻ ഈ ബ്രാഹ്മണ യുവാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഉടനെ നമ്മുടെ കുലഗുരുവായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറഞ്ഞു, എൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്കും സന്തോഷമാണ്. രാജാവിൻ്റെ മിത്രമായിരുന്ന സോമശേഖരൻ, അദ്ദേഹം വ്യാപാരിയാണ്, വൈശ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും വിദ്യാസമ്പന്നനും സൽഗുണസമ്പന്നനുമായിട്ടൊരു യുവാവിനെ എൻ്റെ മകൾക്ക് ഭർത്താവെ കിട്ടുന്നതിൽ പല സന്തോഷം ഇരിക്കില്ല. അപ്പൊ എന്തായി, 3 സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം നടന്നു. 4ാമതായിട്ട് ശൂദ്ര സ്ത്രീ ആയിട്ടുള്ള മന്ദാകിനിയും വിവാഹം കഴിക്കാം എന്ന് തീരുമാനമായി. രാജാവ് ആ കൽപ്പന പുറപ്പെടുവിച്ചു.
വിദ്യാസാഗറിന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. രാജകൽപ്പനയാണ്. വിദ്യാസാഗരൻ പല ന്യായങ്ങളും പറഞ്ഞു നോക്കി. പക്ഷെ അവസാനം രാജാവും പിന്നെ മന്ത്രിയും അതുപോലെ ഗുരുശ്രേഷ്ഠനും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് വേദോപദേശങ്ങളും മറ്റൊക്കെ കൊടുത്ത് ഈ കാര്യത്തില് ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വിദ്യാസാഗറിന് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. ആ കലിംഗ രാജ്യത്തെ രാജാവിന്റെ മകളുടെ വിവാഹം പ്രമാണിച്ച് അതുപോലെ പിന്നെ ഗുരുശ്രേഷ്ഠന്റെ മകളുടെ വിവാഹമൊക്കെ ആയതുകൊണ്ട് ഗ്രാമം മുഴുവൻ നഗരം മുഴുവൻ അലങ്കരിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ വിവാഹത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു മംഗള മുഹൂർത്തത്തില് വിദ്യാസാഗരൻ ആദ്യം കുലഗുരുവായ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മകളെ വിവാഹം ചെയ്തു. തുടർന്ന് ക്ഷത്രിയനായിട്ടുള്ള രാജാവിന്റെ മകളെ രണ്ടാമത് വിവാഹം ചെയ്തു. മൂന്നാമതായി വൈശ്യ വൈശ്യപ്രമാണിയായിട്ടുള്ള സോമശേഖരന്റെ മകളെയും, നാലാമതായി മന്ദാകിനിയുടെ ആഗ്രഹപ്രകാരം മന്ദാകിനിയും ശൂദ്രസ്ത്രീയായിട്ടുള്ള മന്ദാകിനിയും വിവാഹം ചെയ്തു. അങ്ങനെ 4 വിവാഹങ്ങളും വളരെ മംഗളകരമായി വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. രാജാവിന് വളരെയധികം സന്തോഷമായി. വിദ്യാസാഗരനും 4 ഭാര്യമാർക്കുമുള്ള അസംഖ്യം സമ്മാനങ്ങളും അതുപോലെയുള്ള ആടയാഭരണങ്ങളും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് അവരെ രാജാവ് യാത്രയാക്കി. 4 ഭാര്യമാരോടും കൂടി വിദ്യാസാഗരൻ തൻ്റെ സ്വദേശമായ പാടലീപുത്രത്തിലേക്ക് യാത്രയായി. ഇത് ഈ കഥയുടെ വിദ്യാസാഗരന്റെ കഥയുടെ 1-ാം ഭാഗം. ഇനി നമുക്ക് 2-ാം ഭാഗം എന്തായി, വിദ്യാസാഗരൻ ഈ 4 ഭാര്യമാരെയും കല്യാണം കഴിച്ചിട്ട് എന്തുണ്ടായി എന്നൊക്കെ അന്വേഷിക്കാം അല്ലേ? നമസ്കാരം. അടുത്ത ഭാഗത്തിൽ കാണാം.